സുഹൃത്തുക്കളെ, എന്തൊക്കെയാണ് വിശേഷം? കാണുന്നുണ്ടോ? അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ വടകരക്കാണ് പോകാൻ പോകുന്നത്. ലൈറ്റ് കുറച്ച് കുറവുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കാണുന്നുണ്ടാവുമെന്ന് തോന്നുന്നു. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ തൃപ്രയാർ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടുന്ന് നേരെ ഗുരുവായൂർ നേരെ കോഴിക്കോടേക്ക്, കോഴിക്കോട് നിന്ന് നേരെ നമുക്ക് വടകരക്കാണ് ബസ് പിടിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മളെ റൂമിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റാണുള്ളത്, രണ്ട് സൈഡിലും ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും യാത്രകൾ തുടരാൻ തന്നെയാണ് എൻ്റെ പ്ലാനിങ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരാവശ്യത്തിന് വേണ്ടി പോവാണ് വടകരക്ക്. അപ്പോൾ അവിടെ എത്തിയിട്ട് എവിടെയാണ് പോകുന്നത് എന്നുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഒരു എവിടത്തേക്കാണ് പോകുന്നത് എന്നുള്ളതെല്ലാം നിങ്ങൾ ഈ വീഡിയോ തന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നിങ്ങൾ ഹാപ്പി അല്ലേ? ഇപ്പോൾ സമയം ഏകദേശം ഒരു 5 മണിയായിട്ടുണ്ടാവും. എന്താണ്, നിങ്ങൾ ഹാപ്പി അല്ലേ? അങ്ങനെ തൃപ്രയാറപ്പനൊക്കെ തൊഴുത് അങ്ങനെ നമ്മൾ തൃപ്രയാർ ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. നമുക്ക് ഈ റോഡിലൊന്നും ആരുമില്ല. ഇപ്പോൾ ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ബസ് പിടിക്കേണ്ട ആവശ്യമുണ്ട്. ചെന്ന് നോക്കാം. നമ്മളെ കോഴിക്കോട് കാണുന്നത് പോലെ ഐ ലവ് തൃപ്രയാർ എന്നൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. കോഴിക്കോട് ഐ ലവ് കോഴിക്കോട് നമ്മുടെ കോഴിക്കോട് ബീച്ചിലില്ലേ, അതുപോലെ തന്നെ ഐ ലവ് തൃപ്രയാർ എന്നൊക്കെ ഉണ്ട് കേട്ടോ. നടന്നിട്ട് എത്തുന്നില്ല കേട്ടോ. ഇനി ഒരു 500 മീറ്റർ കൂടി ഉണ്ടാവും നടക്കാൻ. അതുകൊണ്ടാണ് അതിൽ കടിക്കോ പഠിച്ചോനെ, കടിച്ചാൽ പണി കിട്ടി. ഇതെന്താണ്? അങ്ങനെ ഗുരുവായൂർ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഗുരുവായൂരുള്ള KSRTC സ്റ്റാൻഡൊന്ന് തപ്പണം, എന്നിട്ട് വേണം നമുക്ക് കോഴിക്കോടേക്ക്. അതിന് മുന്നേ ഒരു ചായയും കൂടി കുടിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നല്ല പിട്ടും കറിയാണ് കഴിക്കുന്നത്. ഈ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല ഗുരുവായൂരുള്ള സെൻട്രലുള്ളതാണിത്. സെൻട്രൽ കഫേ എന്നാണ് ഇതിൻ്റെ പേര്. നല്ല ഫുഡാണ് കേട്ടോ ഇവിടുത്തെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുഡും കഴിച്ച് നമുക്ക് നേരെ ഒറ്റ ഉറക്കം ഉറങ്ങിപ്പോകാം. പിന്നെ എത്തിയത് വടകരയുള്ള നമ്മുടെ നാഷണൽ ഹൈവേൻ്റെ വർക്കാണിത്. ജസ്റ്റ് വീഡിയോ എടുത്താണ്. ഇതിലൊന്നും കാണാനില്ല, ഇവരെ വർക്കൊന്ന് ഏകദേശം പകുതിയായിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് നേരം ഉച്ചയാകുമ്പോഴേക്ക് ഞാൻ മൊത്തത്തിൽ ടയർഡായിപ്പോയി. അപ്പോൾ യാത്ര ചെയ്യുന്നവരെ സമ്മതിക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഓഫീസിലും കാര്യങ്ങളൊക്കെ പോകേണ്ടി വന്ന് പിന്നെ പെട്ടെന്ന് ടയർഡായിപ്പോയി. അപ്പോൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടാണുള്ളത്. അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്നത് രാത്രി പെട്ടെന്ന് തന്നെ ചിലപ്പം തൃശ്ശൂരേക്ക് പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് ഇട്ടത് നമ്മളെ തൃശ്ശൂരിൽ നിന്ന് വടകരയ്ക്ക് വരുന്ന വീഡിയോസാണ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ഡെയിലി വ്ളോഗ് തന്നെയാണ് ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, നിങ്ങളെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നത്, ഹാപ്പിയാണോ? അപ്പോൾ നമ്മളെ ലൈഫ് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസത്തെയും വീഡിയോസും കാര്യങ്ങളും എവിടെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം. എന്തായാലും ഹാപ്പി അല്ലേ? അപ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോസായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.